ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനൊരവസ്ഥ എനിക്ക് വരുന്നത്. എൻ്റെ കോളേജ് ടൈമാണ് കേട്ടോ സമയം. ഞങ്ങളുടെ കോളേജ് ഹോസ്റ്റലിലെ സൗകര്യങ്ങളൊക്കെ വളരെ പരിതാപകരമായിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പോലും പറ്റാത്തവയായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. അതുകൊണ്ട് തന്നെ ഒരു വീട് റെന്റിന് കിട്ടിയാൽ അങ്ങോട്ടേക്ക് മാറാമെന്ന് ഞങ്ങൾ 4 ഫ്രണ്ട്സ് ചേർന്ന് തീരുമാനിച്ചു. അതിനായി തകൃതിയായി നോട്ടവും തുടങ്ങി. ഇതിനിടയ്ക്ക് വീട്ടിലെന്തോ ആവശ്യം വന്ന് എനിക്കൊന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് പോകേണ്ടി വന്നു. ഹോസ്റ്റലിലുണ്ടായിരുന്നവർ വീട് തേടി നടന്ന് ഒരു വീട് കണ്ടുപിടിച്ചു. അങ്ങനെ അവർ 3 പേരും കിട്ടിയ അന്ന് തന്നെ ആ വീട്ടിലേക്ക് താമസം മാറ്റി. അന്ന് 3 മണിയോടടുപ്പിച്ച് എൻ്റെ വീട്ടിലൊരു കോൾ വന്നു. അവർ 3 പുതിയ വീട്ടിലേക്ക് മാറി. ഇനി ഞാൻ ഹോസ്റ്റലിലേക്ക് പോകണ്ട, എന്നോട് നേരെ ഈ പുതിയ വീട്ടിലേക്ക് വരാനാണ് അവർ പറഞ്ഞത്. പിറ്റേ ദിവസം വരാനാണ് കേട്ടോ അവർ പറഞ്ഞത്. പക്ഷേ പിറ്റേ ദിവസം കോളേജ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നിന്ന നിൽപ്പിൽ നിന്നോണം ഞാൻ വണ്ടി കയറി. ഞാൻ കോളേജ് സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോഴേക്കും ഒരു 6:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ചെറിയ മഴയും ഒക്കെ ഉണ്ട്. അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉള്ളതാണ്. എപ്പോഴും ഓട്ടോയും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഞാൻ വരുന്നതിന് മുൻപ് വലിയ മഴയൊന്ന് പെയ്തു പോയിരുന്നു. പിന്നെ ഒരു ചെറിയ ചാറ്റൽ മഴയാണ് ഉണ്ടായിരുന്നത്. ആ വലിയ മഴയിൽ ഒരുപക്ഷെ ഓട്ടോക്കാരൊക്കെ വീട്ടിൽ പോയിട്ടുണ്ടാവണം. ഞാൻ കുറേ നേരം അവിടെ നിന്നു. ഒരു ഓട്ടോയും വന്നില്ല. സമയം ഏറിപ്പോയിക്കൊണ്ടേയിരുന്നു. ഒരു 7-7:30 ആയപ്പോഴേക്കും പല ഓട്ടോകളും അതിനിടയ്ക്ക് എന്നെ കടന്നുപോയി, ഒന്നും നിർത്തിയില്ല. 7-7:30 ആയപ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ വന്നു ആ വഴി. ഞാൻ കൈ കാണിക്കാതെ തന്നെ ആ ഓട്ടോറിക്ഷ എൻ്റെ അടുത്തേക്ക് നിർത്തി. എന്നോട് ചോദിച്ചു എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. ആ ഓട്ടോക്കാരനെ കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു ഭയം ഉള്ളിൽ തോന്നി. സമയം, അദ്ദേഹത്തിൻ്റെ രൂപം, അദ്ദേഹത്തിൻ്റെ ഒരു കാർക്കശ്യം നിറഞ്ഞ നോട്ടം, ഇതൊക്കെ. പക്ഷെ പെട്ടെന്ന് കേറുവച്ചേ എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ പേടിച്ചിട്ടാണോ എന്താണെന്നറിയില്ല, ഞാൻ പെട്ടെന്ന് ആ ഓട്ടോയിലേക്ക് അങ്ങ് കയറിപ്പോയി. എൻ്റെ ശബ്ദം ഇടർന്ന കണ്ടോ? അത്രയും പേടിയായിപ്പോയി അന്ന് എനിക്ക്. ഞാൻ അതിൽ കയറുമ്പോൾ പോകുന്ന വഴിയിലെല്ലാം പുള്ളി എന്നെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. എൻ്റെ വീട് എവിടെയാ, എന്താ പേര്, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി എന്ന് പറഞ്ഞാൽ മതി. ഈ അഡ്രസ്സിലുള്ള വീടാണെങ്കിൽ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. പോകുന്ന വഴിയിലൊക്കെയും ഇരുട്ടും മഴയും പിന്നെ റബ്ബറിൻ്റെ പോലത്തെ ഒരു തോട്ടങ്ങളും ഒക്കെയാണ് കാണുന്നത്. എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നി. എൻ്റെ ജീവിതം തീർന്നു എന്ന് തന്നെ എനിക്ക് മനസ്സിലായി. കുറച്ചു ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ ഓട്ടോറിക്ഷ സഡൻ ബ്രേക്ക് ഇട്ട പോലെ നിന്നു. ചുറ്റും ഇരുട്ട്. ഇറങ്ങിക്കോന്ന് പറഞ്ഞു. ഇറങ്ങാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല. എന്നിട്ടും ഞാൻ ഇറങ്ങി ആ റോഡിൽ നിന്നു. എത്ര രൂപയായി എന്ന് ചോദിച്ചപ്പോൾ മീറ്ററിൽ കണ്ടത് 60 രൂപയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 60 രൂപ എടുത്ത് നീട്ടി. പുള്ളി 150 രൂപ വേണമെന്നായി. എൻ്റെ കയ്യിലുണ്ടോ അത്രയും കാശ്? ഒന്നാമത് പേടിച്ചരണ്ട ഞാൻ നിൽക്കണത്. അതിൻ്റെ കൂടെ ഇല്ലാത്ത പൈസയും കൂടി ചോദിച്ചപ്പോൾ തല കറങ്ങണ പോലെ എനിക്ക് തോന്നിയത്. പെട്ടെന്ന് ഞാൻ നിൽക്കുന്ന ആ സ്ഥലത്ത് മുന്നിൽ കണ്ട വീട്ടിൽ നിന്നും 2 പേര് ഇറങ്ങി വന്നു. എന്താ ഇവിടെ ഒരു ബഹളം എന്ന് ചോദിച്ചു. അപ്പോഴേക്കും എനിക്ക് ഇത്തിരി ആശ്വാസമായി. എന്താ ശശിയെ എന്നായിരുന്നു ചോദ്യം. പെട്ടെന്ന് ഞാൻ ഇദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. അതെ, അമ്മച്ചിയുടെയും അച്ചാച്ചൻ്റെയും വീട്ടിൽ താമസിക്കാൻ വന്ന മോളാ. ബസ് സ്റ്റോപ്പിൽ നിന്ന് കിട്ടിയതാ. ആളെ ഞാനൊന്ന് പേടിപ്പിച്ചിട്ടുണ്ട്. ഒരു രസം. പെട്ടെന്ന് തന്നെ എനിക്ക് ശ്വാസം നേരെ വീണ ഒരവസ്ഥയായി. ഞാൻ അവിടെ നിന്നൊരൊറ്റ പൊട്ടിക്കരച്ചില്. എല്ലാവരും ചിരിച്ചു. ആ ആൻറ്റി എന്നെ ചേർത്ത് പിടിച്ചു. ആ ഓട്ടോ ചേട്ടൻ എന്നോട് പറഞ്ഞു, കാശൊന്നും വേണ്ട കേട്ടോ, കയറിപ്പോയിക്കോളൂ. പേടിച്ചരണ്ട അവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മോളെ ഓർമ്മ വന്നത്. ഞാൻ ചുമ്മാ പറ്റിച്ചതാ കുഞ്ഞേ എന്ന് പറഞ്ഞു. ആ കുഞ്ഞെ മോളെ എന്നുള്ള വിളിയിൽ എൻ്റെ പേടിയൊക്കെ എവിടെയോ ഓടിപ്പോയി. പക്ഷെ കുറച്ച് സമയം ഞാൻ മരിച്ചു എന്ന് കരുതിയിട്ടോ.
ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഓർത്തു നോക്കിയാൽ ചിരിക്കാവുന്നവയാണ് അല്ലേ? ഇതുപോലെയൊക്കെ നിങ്ങൾക്കും ഉണ്ടാവും. പിന്നെ ഈ മെയിൽ അയക്കാനൊക്കെ ബുദ്ധിമുട്ടാന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാനൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സങ്കടങ്ങളും പ്രണയങ്ങളും സ്വപ്നങ്ങളും ഇഷ്ടങ്ങളുമൊക്കെ അതിലെഴുതണം കേട്ടോ. എന്നിട്ട് നമുക്കതിനെ